ഹലോ ഡിയേഴ്സ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2026-2027 അക്കാദമിക് വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു അക്കാദമിക് കലണ്ടർ പ്രകാരമായിരിക്കും നിങ്ങളുടെ സെമസ്റ്റർ സ്റ്റാർട്ടിങ്, സെമസ്റ്റർ രജിസ്ട്രേഷൻ, എക്സാം ഡേറ്റ്, എക്സാം രജിസ്ട്രേഷൻ, അതുപോലെ അസൈൻമെൻറ്റ് സബ്മിഷൻ, എക്സാമുകളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ്, ക്ലാസ്സുകൾ നടക്കുന്നത്, ഇതൊക്കെ ഈ ഒരു അക്കാദമിക് കലണ്ടർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഇനി നടക്കുക. അപ്പോൾ ഓരോ ഇൻടേക്കിനും, അതായത് ഇപ്പോൾ ഈ 2026-2027 അക്കാദമിക് വർഷത്തിൽ ക്ലാസ് ഏത് ഇയർ അഡ്മിഷൻ ആയാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു അക്കാദമിക് കലണ്ടറിൽ അവൈലബിൾ ആണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടേതടക്കം ഈ ഒരു ഇതിൻ്റെ ബേസിലായിരിക്കും നടക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ സെമസ്റ്റർ 6ലുള്ള 2023 ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഇപ്പോൾ 6 സെമസ്റ്റർ ക്ലാസ്സുകൾ അവരുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റുകളായിട്ട് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡെസർട്ടേഷൻ്റെ ഓറിയൻറ്റേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഈ അക്കാദമിക് ക്ലാസ്സുകൾ, അതായത് ഇപ്പോൾ ഈ ക്ലാസ്സുകൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ദിവസങ്ങളിലായിട്ട് നടക്കുന്നതായിരിക്കും. അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഓഗസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അസൈൻമെൻറ്റ് സബ്മിഷനും ഓഗസ്റ്റിലായിരിക്കും. അസൈൻമെൻറ്റ് സബ്മിഷൻ ഫൈനില്ലാതെ ഈ വരുന്ന സെപ്റ്റംബറിലായിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ സെപ്റ്റംബർ തന്നെയാണ് നിങ്ങളുടെ ഡെസർട്ടേഷന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഒക്ടോബർ 3rd വീക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ ERP സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. എക്സാമിൻ്റെ രജിസ്ട്രേഷന് സെപ്റ്റംബറിൽ ഉണ്ടാവും. നിങ്ങളുടെ ഒക്ടോബറിലായിരിക്കും നിങ്ങളുടെ 6 സെമസ്റ്റർ എക്സാമുകൾ നടക്കുക. നവംബറിൽ അതിൻ്റെ റിസൾട്ടും വരും. അപ്പോൾ ഇപ്പോൾ സെമസ്റ്റർ 6ലുള്ള വിദ്യാർത്ഥികളുടെ എക്സാം ഈ വരുന്ന ഒക്ടോബറിലായിട്ട് നടക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് BCA വിഭാഗം വിദ്യാർത്ഥികളുടേതാണ്. അവരുടെ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരുന്നത്. സെമസ്റ്റർ രജിസ്ട്രേഷൻ ജൂലൈയിൽ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ അതിലൊന്നും മാറ്റമില്ല. അവരുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രൊജക്റ്റ് റിവ്യൂ മീറ്റിംഗ് ഒക്ടോബർ 3rd വീക്കിലായിട്ട് നടക്കും. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നവംബറിലായിട്ടായിരിക്കും വരിക. നിങ്ങളുടെ ജനുവരിയിലായിരിക്കും നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമുകൾ നടക്കുക. പിന്നീട് സെമസ്റ്റർ 5, അതായത് 4 വർഷ ഡിഗ്രിക്കാരുടെയും 3 വർഷ ഡിഗ്രിക്കാരുടെയും PGയുടെയൊക്കെ കോമൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സെമസ്റ്റർ 4 എക്സാം എഴുതുന്നവരായിരിക്കും അവരുടെ സെം രജിസ്ട്രേഷൻ, അതായത് 6 സെമസ്റ്ററിലുള്ള രജിസ്ട്രേഷന് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഡേറ്റുകളിലായിട്ട് നടക്കും. SLMൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നതായിരിക്കും. അക്കാദമിക് കൗൺസിലിംഗ്, അതായത് ക്ലാസ്സുകൾ സെപ്റ്റംബറിൽ തുടങ്ങി ഡിസംബർ വരെ ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് സെപ്റ്റംബറിൽ അപ്ലോഡ് ചെയ്യും. അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് സെപ്റ്റംബർ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒക്ടോബർ 3rd വീക്കിലായിരിക്കും അസൈൻമെൻറ്റ് സബ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആർട്സ് ഫെസ്റ്റ്, യൂണിവേഴ്സിറ്റി ആർട്സ് ഫെസ്റ്റ് നവംബറിലായിരിക്കും. നവംബർ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും രജിസ്ട്രേഷനും ഒക്കെ നിങ്ങൾക്ക് നവംബറിൽ തുടങ്ങും. ജനുവരിയിലായിരിക്കും നിങ്ങളുടെ എക്സാമുകൾ ആരംഭിക്കുക. പിന്നെ 6 സെമസ്റ്റർ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ 6 സെമസ്റ്റർ രജിസ്ട്രേഷൻ നടക്കുന്നതാണ്. അത് ഡിസംബർ ജനുവരിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ 5th സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് മാർച്ചിലായിരിക്കും വരിക. ഓക്കെ, അതിൽ ഇപ്പോൾ PG വിഭാഗം വിദ്യാർത്ഥികൾക്ക് അത് 3rd സെം ആയിരിക്കും. ഓക്കെ, പിന്നീട് ഈ ഒരു സെമസ്റ്റർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷ ഡിഗ്രിക്കാരുടെയും FIUG വിഭാഗം വിദ്യാർത്ഥികളുടെയും സെം രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസംബർ ജനുവരി ആയിട്ടായിരിക്കും നടക്കുക. SLMൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ജനുവരി ഫെബ്രുവരിയിൽ. ഡെസർട്ടേഷൻ്റെ ഓറിയൻറ്റേഷൻ ഫെബ്രുവരിയിലായിരിക്കും. നിങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്സുകൾ ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിലായിട്ട് നടക്കും. അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഫെബ്രുവരിയിലായിരിക്കും ഉണ്ടാവുക. ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അസൈൻമെൻറ്റ് ഫൈനില്ലാതെ മാർച്ച് 3rd വീക്ക് വരെ ചെയ്യാവുന്നതാണ്. ഡെസർട്ടേഷൻ ഏപ്രിലിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാം, അതായത് 6 സെമസ്റ്റർ എക്സാം മെയ്യിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ജൂണിൽ നിങ്ങളുടെ റിസൾട്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് സെമസ്റ്റർ 3, അതായത് ഇപ്പോൾ 2nd സെമസ്റ്റർ എക്സാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2025 ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടേതാണ്. അവരുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ജൂൺ ജൂലൈ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് അവരുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കും. ഓഗസ്റ്റിലായിരിക്കും അവരുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. എൻഡ് സെമസ്റ്റർ എക്സാം ഇപ്പോൾ 2nd സെം ഓൾറെഡി അവർക്ക് നടക്കാനുണ്ട്.
അത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് മുതൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കായിട്ട് നടക്കും. അതുപോലെ അക്കാദമിക് കൗൺസിലിംഗ് ഇപ്പോൾ കുറച്ച് ഓഗസ്റ്റിൽ തുടങ്ങും, ബാക്കിയുള്ള ക്ലാസ്സുകൾ ഒക്ടോബർ നവംബർ ആയിട്ട് തുടരുന്നതാണ്. അസൈൻമെൻറ്റ് ഓഗസ്റ്റ് മുതൽ ഇതിൽ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങും. അതുപോലെ 4th വീക്ക് സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷന് ഡേറ്റ് ഉണ്ടാവും. പിന്നെ എക്സാം വരുന്നത് ജനുവരിയിലായിരിക്കും. അതുപോലെ നിങ്ങളുടെ റിസൾട്ട് മാർച്ചിലും വരും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പിന്നീട് സെമസ്റ്റർ 4, അതായത് ഇപ്പോൾ 2025 ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ 4 അതിൻ്റെ രജിസ്ട്രേഷന് ഡിസംബർ ജനുവരിയിലായിട്ട് നടക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സെമസ്റ്റർ എക്സാം 4th സെമസ്റ്റർ എക്സാം വരുന്ന ജൂണിലായിരിക്കും ഉണ്ടാവുക. PGക്കാരെ സംബന്ധിച്ച് അവരുടെ വൈവ ഇപ്പോൾ 4th സെമ്മിൽ വരുന്ന വിദ്യാർത്ഥികളുടെ വൈവ ജൂലൈ 2nd വീക്കായിട്ട് നടക്കും. 5th സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ, അതായത് ഇപ്പോൾ അവർ 4th സെം കഴിഞ്ഞ് 5th സെമ്മിലേക്ക് വരുമല്ലോ ഡിഗ്രി ആണെങ്കിൽ, അത് ജൂണിലായിരിക്കും. അതുപോലെ റിസൾട്ട് ഓഗസ്റ്റിൽ വരുന്നതായിരിക്കും. മറ്റൊന്ന് 2026 ജനുവരി സെഷൻ ഇൻടേക്ക് 2ൻ്റെ, അതായത് ഇപ്പോൾ ഇടയിലൊരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ആയിട്ട് നടക്കും. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അവരുടെ എന്തേലും ഡിസ്ട്രിബ്യൂഷൻ SLMൻ്റെ പിന്നെ അക്കാദമിക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഒക്ടോബർ ജനുവരി ആയിട്ട് നടക്കും. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ അവരുടെ എൻ സെമസ്റ്റർ എക്സാം വരുന്ന ഫെബ്രുവരിയിലായിരിക്കും. ഏപ്രിലിൽ അവരുടെ റിസൾട്ടും പാടെ പ്രഖ്യാപിക്കും. അവരുടെ ഈ ഒരു ഇൻടേക്ക് 2ൻ്റെ, അതായത് ഇപ്പോൾ ഈ 2026 ജനുവരി സെഷൻ്റെ വിഭാഗം വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ 3 രജിസ്ട്രേഷൻ ഫെബ്രുവരി മാർച്ചിലായിട്ടായിരിക്കും ഉണ്ടാവുക. മാർച്ച് ഏപ്രിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് SLM, ഏപ്രിൽ ജൂലൈ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ എക്സാം വരുന്നത് ഓഗസ്റ്റിലായിരിക്കും. പിന്നെ 4th സെമസ്റ്റർ രജിസ്ട്രേഷൻ ജൂലൈ ഓഗസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. നെക്സ്റ്റ്, ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 2026 ജൂലൈയിൽ ഇപ്പോൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അക്കാദമിക് കൗൺസിലേഴ്സിനുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ഓഗസ്റ്റിൽ, ലേണേഴ്സിനുള്ള ഇൻഡക്ഷന് സെപ്റ്റംബറിൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് നിങ്ങളുടെ SLMൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അക്കാദമിക് കൗൺസിലിംഗ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നടക്കുന്നതാണ്. നിങ്ങളുടെ എക്സാം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ജനുവരി 1st വീക്കായിട്ട് നടക്കുന്നതാണ്. പിന്നീട് ഇവരുടെ സെമസ്റ്റർ 2ൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ജനുവരി ഡിസംബർ ആയിട്ട് നടക്കുന്നതായിരിക്കും. SLMൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ജനുവരി ഫെബ്രുവരി ആയിട്ട്, നിങ്ങളുടെ ക്ലാസ്സുകൾ ഫെബ്രുവരി മെയ് ആയിട്ട് നടക്കും. പിന്നെ എക്സാം വരുന്നത് ജൂണിലാണ്. 3rd സെമ്മിൻ്റെ രജിസ്ട്രേഷനും ജൂണിലാണ്. എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് സെപ്റ്റംബറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറുകളും പാടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ മാക്സിമം യൂണിവേഴ്സിറ്റി ഈ ഒരു അക്കാദമിക് കലണ്ടർ ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടത്തുക. താങ്ക് യു.